ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലേക്കും പ്രസ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വെസ്റ്റേൺ ഘട്ട് ടോപ്പിക്കൽ ഗാർഡൻ നമ്മുടെ വില്യംസ് കാപ്പാട്ടുമലയുടെയാണ്. അദ്ദേഹത്തിൻ്റെ നഴ്സറിയിൽ നമ്മൾ പോയാൽ ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി ഫ്രൂട്ട്സ് നമുക്കവിടെ കാണാൻ പറ്റും. വെറൈറ്റി ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 10-25 ഫ്രൂട്ട്സുകളെ നമ്മളൊക്കെ കാണുകയും കഴിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ വെസ്റ്റേൺ ഘട്ട് ടോപ്പിക്കൽ ഗാർഡനിൽ ഒരുപാട് 1000-ൽ കൂടുതൽ ഫ്രൂട്ട്സ് മരങ്ങൾ ഉള്ളതാണ് ഒരു പ്രത്യേകത. ഒരുപാട് ഫ്രൂട്ട്സ് മരങ്ങളുണ്ട്, പലതരത്തിലുള്ള രുചികളും സ്വാദ്, അതായത് പുളിയുള്ളതുണ്ട്, മധുരമുള്ളതുണ്ട്. അങ്ങനെയുള്ള വെറൈറ്റി ഫ്രൂട്ട്സ് നമുക്ക് വില്യം സാറിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ കാണാം. വെസ്റ്റേൺ ഘട്ട് ടോപ്പിക്കൽ ഗാർഡൻ എന്ന് തന്നെയാണ് അതിൻ്റെ പേര് തന്നെ. സീസണബിൾ ഫ്രൂട്ട്സ് ആണ്. എല്ലാ സീസണിലും ആ ഫ്രൂട്ട്സുകൾ അവിടെ നിറഞ്ഞ് കാണാം. സ്വീറ്റല്ല, അത് പുളിയാണ്. ചെറുനാരങ്ങ വെള്ളമായിട്ട് പുളിയനാണ്. അത് നാരങ്ങ വെള്ളം. അതായത് നമുക്ക് നാരങ്ങ വീട്ടിലൊക്കെ ആരെങ്കിലും വരുവാണെങ്കിൽ ജ്യൂസ് അടിച്ച് കഴിക്കാൻ പറ്റും. പുളിയനാ, സിട്രസ് ആണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയല്ലേ? കാണാൻ നല്ലതാണ്. നാരങ്ങ വെള്ളം വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റുന്ന ഒരു ബുഷ് ഓറഞ്ചാണ്. ബുഷ് ഓറഞ്ച് ഇത് കണ്ടോ, ഇതാണ് ബുഷ് ഓറഞ്ച്. ഇതിങ്ങനെ പറ്റി പിടിച്ച് ഒരു കുറ്റിയിലൊക്കെ നമുക്ക് ഏത് വീടുകളിലൊക്കെ നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓറഞ്ച് മരമാണ്. അപ്പോൾ ഇത്രയും ഇതിൻ്റെ വളർച്ചയുള്ളൂ. അത് വെട്ടി വെക്കുവാണെങ്കിൽ വളരെ ചെറിയ ഒരു ചെടിച്ചട്ടിയിലൊക്കെ നമുക്ക് ഇതിൻ്റെ വേറെ കായ്കളോ ഇതായി വരുന്നുള്ളൂ. ഇതിൻ്റെ കായ്കൾ ഇവിടെയാണ് ഇപ്പം നമുക്ക് കാണുന്നത്. ഇതെല്ലാം അതിൻ്റെ മരമാണ്. നമുക്ക് ഇത് ഒന്നുകൂടി കാണിച്ച്, ഇത് കണ്ട, ഇതാണ് ഇതിങ്ങനെ പഴുത്ത് കിടക്കുന്നത് കണ്ടോ, ബുഷ് ഓറഞ്ച്. അപ്പോൾ നമുക്ക് വീടുകളിൽ ചെടിച്ചട്ടിയിലൊക്കെ നമുക്ക് ഇത് വളർത്തി വീടിൻ്റെ മുറ്റത്തൊക്കെ നമുക്ക് ചെറിയ സ്ഥലങ്ങളുള്ളവർക്കൊക്കെ നമുക്ക് ഈ ഓറഞ്ച് തൈമരം വളർത്താൻ പറ്റും. വളരെ പേരെന്നാ സാറേ? ഇതൊരു ലെമൺ വെറൈറ്റീസ് ആണ്. പേരല്ല, ഒരു സിട്രസ് ആണ്. നാരകവർഗത്തിലുള്ള ഒരു ഫ്രൂട്ട്. അത് നമ്മൾ മാതള നാരങ്ങ വർഗമാണോ? ചെറുനാരങ്ങയുടെ. ഓ, അത് ശരി. ഇത് എത്ര വർഷം കായ്ക്കാനൊക്കെ കുറെ സമയം എടുക്കും? ഇതൊക്കെ ഗ്രാഫ്റ്റ് തൈകളല്ലേ, ഇതൊക്കെ വേഗം. ഇതെല്ലാം മാർക്കറ്റിങ്ങിന് നമ്മൾ ഇതിന്റെയൊക്കെ വളരെ ഹൈബ്രിഡ് തൈകളാണ് ഇപ്പൊ ഉള്ളൂ. നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ട്, കൂടുതലും നമ്മള് ഇതിന്റെയൊക്കെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അതിവിടെ തന്നെ കൊടുക്കും. ഇത് നല്ല അമേസിംഗ് ആയിട്ട്